നമസ്കാരം. ഓം ഓം ഓം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം ദ്വിതീയ സ്കന്ധം അധ്യായം 5 52 ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു. ഇപ്പോൾ ഗാംഗേയൻ, അതായത് ഭീഷ്മർ, അച്ഛൻ്റെ ദുഃഖനിവൃത്തിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിക്കുന്നു. എന്നിട്ട് ഓരോ ഉദാഹരണങ്ങൾ പറഞ്ഞ് രാജാവിൻ്റെ മനസ്സിനെ തൻ്റെ ചിന്തയിൽ നിന്നും മാറ്റുന്നു. രാജാവിന് ഒരേ ഒരു പുത്രനേ ഉള്ളൂ. അതുകൊണ്ട് ആ പുത്രനെ കുറച്ച് വിഷമം പിടിച്ച ഒരു ജോലി ഏൽപ്പിക്കാൻ ശന്തനു മഹാരാജാവ് മടിക്കുകയാണ്. അപ്പോൾ ഓരോ ഉദാഹരണം പറഞ്ഞ് അച്ഛനെ പിന്തിരിപ്പിക്കാൻ ഗാംഗേയൻ ശ്രമിക്കുകയാണ്. എന്തായിട്ടും രാജാവൊന്നും പറയുന്നില്ലെന്ന് മനസ്സിലായപ്പോൾ മന്ത്രിപ്രവരന്മാരെ വിളിച്ച് അവർ ചെന്ന് കാരണം അന്വേഷിക്കാൻ ഗാംഗേയൻ പറഞ്ഞു. രാജാവ് വളരെ ലജ്ജാവിവശനായി ഇരിക്കുകയാണ് എന്നോട് കാര്യം പറയാൻ. അതുകൊണ്ട് നിങ്ങൾ ചെന്ന് അന്വേഷിച്ച് കാരണം എന്താണെന്നറിയണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പോൾ അവർ ചെന്ന് കാര്യമറിഞ്ഞ് ഗാംഗേയനെ വിവരം അറിയിക്കുന്നു. അങ്ങനെ കാര്യം മനസ്സിലാക്കിയ ഗാംഗേയൻ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഉടനെ തന്നെ ദാശഭവനത്തിലേക്ക് പോകുന്നു. എന്നിട്ട് ഭീഷ്മർ ഇങ്ങനെ പറയുന്നു. ശ്ലോകം 53. ഗാംഗേയ ഉവാച പിത്രേ ദേഹി സുതാം തേദ്യ പ്രാർത്ഥയാമി സുമധ്യമാം മാതാമേസ്തു സുതേജം തേ ദാസോസ്മ്യസ്യ പരന്തപ. ഞാൻ യാചിക്കുകയാണ്, അങ്ങ് സുഭഗയായ മകളെ എൻ്റെ അച്ഛന് നൽകിയാലും അങ്ങയുടെ ഈ പുത്രി എൻ്റെ മാതാവാകട്ടെ, ഞാൻ അവരുടെ ദാസനാകാം. ദാശ ഉവാച. ശ്ലോകം 54. ത്വം ഗൃഹാണ മഹാഭാഗ പത്നിം കുരു നൃപാത്മജ പുത്രോസ്യന ഭവേദ്രാജ വർത്തമാനേ ത്വയീതി വൈ. മഹാഭാഗനായ രാജകുമാര, അങ്ങ് ഇവളെ കൈക്കൊള്ളുക, എന്നിട്ട് ധർമ്മപത്നിയാക്കുക. അങ്ങുള്ളപ്പോൾ ഇവളുടെ മകൻ രാജാവാകില്ല. ഗാംഗേയ ഉവാച. ശ്ലോകം 55. മാതേയം മമ ദാശേയി രാജ്യം നൈവ കരോമ്യഹം പുത്രോസ്യാ സർവധാ രാജ്യം കരിഷ്യതി ന സംശയഃ. ഈ ദാശപുത്രി എൻ്റെ മാതാവാണ്. ഞാൻ രാജ്യം വാഴുകയുമില്ല. ഇവളുടെ പുത്രൻ എങ്ങനെയായാലും രാജ്യം വാഴുകയും ചെയ്യും, സംശയമില്ല. ദാശ ഉവാച. ശ്ലോകം 56. സത്യം വാക്യം മയാ ജ്ഞാതം പുത്രസ്തേ ബലവാൻ ഭവേത് സോപി രാജ്യം ബലാന്നൂനം ഗൃഹ്ണീയാദിതി നിശ്ചയഃ. അങ്ങ് പറഞ്ഞത് സത്യമായി ഞാൻ കരുതുന്നു. എന്നാൽ അങ്ങയുടെ മകൻ ബലവാനായി തീരും. അവൻ രാജ്യം ബലമായി കൈയടക്കുമെന്നത് തീർച്ചയാണ്. ഗാംഗേയ ഉവാച. ശ്ലോകം 57. ന ദാരസംഗ്രഹം നൂനം കരിഷ്യാമി ഹി സർവഥാ സത്യം മേ വചനം താതാ മയാ ഭീഷ്മം വ്രതം കൃതം. ഇല്ല, ഒരിക്കലും ഞാൻ വിവാഹം കഴിക്കുകയില്ല. ഇത് സത്യമാണ്. ഈ ഭീഷ്മമായ വ്രതം ഞാൻ എടുത്തു കഴിഞ്ഞു. സൂത ഉവാച. ശ്ലോകം 58. ഏവം കൃതാം പ്രതിജ്ഞാം തു നിശമ്യ ഝഷയീവകഃ ദദൗ സത്യവതിം തസ്മൈ രാജ്ഞേ സർവാംഗശോഭനം. ഇങ്ങനെ ഗാംഗേയൻ പ്രതിജ്ഞ ചെയ്ത് കേട്ടപ്പോൾ സർവാംഗസുന്ദരിയായ സത്യവതിയെ ദാശൻ ആ രാജാവിന് നൽകി. ശ്ലോകം 59.
അനേന വിധിനാതേന വൃതാ സത്യവതീ പ്രിയ ന ജാനാതി പരം ജന്മ വ്യാസസ്യ നൃപസത്തമാം. 59-ാമത്തെ ശ്ലോകം അധ്യായം 5-ലെ അവസാനത്തെ ശ്ലോകമാണ്. ഇങ്ങനെ ശന്തനു മഹാരാജാവ് പ്രിയയായ സത്യവതിയെ വിട്ടു. വ്യാസൻ്റെ ശ്രേഷ്ഠമായ ജന്മത്തെക്കുറിച്ച് അദ്ദേഹം അറിഞ്ഞില്ല. ഇത് ശ്രീദേവി ഭാഗവതേ 2ാം സ്കന്ധേ 5-മോ